ആ പാത സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പഴച്ചു പോയിട്ടില്ല എന്ന് അന്തസ്സോടുകൂടി പറയാൻ നമുക്ക് കഴിയും. നമുക്ക് എവിടെയും പഴച്ചിട്ടില്ല. ആ മഹാന്മാരുടെ പാതയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നോക്ക്, അവരാദ്യമായി ചെയ്ത പ്രവർത്തനം വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് മാവൂർ റോഡിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മാവൂർ റോഡിലേക്ക് പണമയക്കാൻ പറഞ്ഞു മുഅല്ലിങ്ങളോട്. അപ്പോൾ സമത്വ രംഗത്ത് വന്നു. കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുല്ലമയെയും അംഗീകരിക്കുന്നു എന്നൊരു പത്രം ഒപ്പിട്ടേ മദ്രസയിൽ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ചെയ്യാൻ നിർബന്ധിതരായി അവർ. അങ്ങനെ ചിലർ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒപ്പിട്ടുകൊണ്ട് പോലും വഞ്ചന നടത്തി. അവസാനം അവർ ചെയ്ത പ്രവർത്തനം ഈ ഒരു നേതാവിനെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ചു. എന്നിട്ട് പരസ്യമായി പല പ്രസംഗങ്ങൾ എന്തൊക്കെയാണ് ഇരുത്തി പുകഴ്ത്തിയത്. ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വിഷയം വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തിരുവമ്പാടിയിൽ വെച്ച് സുരേഷ് ഇയാളെ ഇരുത്തിയിട്ട് പ്രസംഗിച്ചു. അയാളിങ്ങനെ കുലുങ്ങിച്ചിരിച്ചു. മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും എന്ന് പ്രസംഗിച്ചു. അദ്ദേഹം കുലുങ്ങിച്ചിരിച്ചു. കൗമ് വലിയ തക്ബീർ ചൊല്ലി, വമ്പൻ തക്ബീർ. മുസ്ലിം സമൂഹത്തിൽ ഈ ഒരു നബി വരികയാണെങ്കിൽ ഇയാളായിരിക്കും. കൗമ് തക്ബീർ ചൊല്ല. ഗതികേട് നോക്കണം നിങ്ങൾ. അന്ന് അതിന്റെ പിറ്റേ ദിവസം ഈ വിഷയം മൊയ്മോനാജിയോ ബന്ധപ്പെട്ട ആരോ പറഞ്ഞിട്ട് ഞാനന്ന് കോഴിക്കോട് സുന്നി അഫ്ഗാന്റെ ഓഫീസിലുണ്ട് കോഴിക്കോട്ടെ. അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായോട് പറഞ്ഞു, ശംസുലമയോട് പറഞ്ഞു. ശംസുലമ അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണ് അതിന് കുഴപ്പമെന്ന് ചോദിച്ചു. ഞാനൊക്കെ ബേജാറായിപ്പോയി. എന്താ ഇതിന് കുഴപ്പം? മുസ്ലിം സമുദായത്തിൽ ഒരു പ്രവാചകൻ വരണമെങ്കിൽ അയാളന്ന് പ്രസംഗിച്ചത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. നമുക്ക് മനസ്സിലാവണില്ല. ഷെയ്ഖുനാന്റെ ബുദ്ധി നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ ചോദിച്ചു അതെന്താ ഷെയ്ഖുന അങ്ങനെ പറയുന്നത്? ഷെയ്ഖുന പറഞ്ഞു, എടാ മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് കള്ളപ്രവാചകനായിരിക്കും. കള്ളപ്രവാചകനാണ് ഇയാളെക്കാൾ യോഗ്യൻ ആരാന്ന് ചോദിച്ചു. അതിനേക്കാൾ യോഗ്യൻ ആരാ വേറെ? മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരുന്നെങ്കിൽ കള്ളപ്രവാചകൻ എന്ന് ഉറപ്പല്ലേ? അതിന് യോഗ്യൻ ഇയാളല്ലാതെ വേറെ ആരാ? സിരിയസ് ജോണിന്റെ ബുദ്ധിണ്ടടാന്ന് പറഞ്ഞു എന്നോട്. തക്ബീർ ചെല്ലിയ കോയത്തക്കാരോട് പറയാൻ പോയിട്ട് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അന്ന് നമ്മളെ കുറെ കുറ്റം പറഞ്ഞവർ വേറെന്താ മാർഗം? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമയുടെ ബുദ്ധി അങ്ങനെയായിരുന്നു. ആ ബുദ്ധിയുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ പോലും അവര് ഒന്നിനും തിരിയാത്ത വ്യക്തിയാക്കി ആക്ഷേപിച്ചില്ലേ? എന്തിനധികം റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അവർ പറഞ്ഞ വാക്കെന്താ? ആ കണ്ണിയത്ത് ഉസ്താദ് അത്തും വിത്തുമാണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ല. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങൾ നോക്ക് നിങ്ങൾ. അദ്ദേഹം ഈ വാക്ക് കേട്ടതിൽ വേദനിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനം അത്തും വിത്തും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ വിഷമിച്ചു. ആരോ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞാൽ അദ്ദേഹം മലപ്പുറത്ത് മറുപടി പറഞ്ഞു, ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാ. അദ്ദേഹം പരസ്യമായി പറഞ്ഞു. പക്ഷേ അത്തും വിത്തുമാണെന്ന് ചിലർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിച്ചു. പക്ഷേ അദ്ദേഹം എന്താ പ്രതികരിച്ചത്? അന്നത്തെ ചരിത്രം അറിയുന്നവർക്കറിയാം. കണ്ണൂർ ജില്ലയിലെ ഒരു വിശദീകരണ സമ്മേളനത്തിന് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് പോകുമ്പോ നന്ദി ദാറുസലാം അറബി കോളേജിന്റെ അടുത്ത് ചെന്നപ്പോ എനിക്കിവിടെ കയറണം എന്ന് പറഞ്ഞു. എനിക്കിവിടെ കയറണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായി അവിടെ കയറ്റി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലം അവിടെ ഉണ്ട്. ശംസുലമയുടെ ഉസ്താദാ. ശംസുലമ ഇറങ്ങി വന്നു, സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച് ബഹുമാനപ്പെട്ടവർ ഉടനെ പറഞ്ഞു, എനിക്ക് ഒതുണ്ടാക്കണം, എനിക്ക് ഒതുണ്ടാക്കണം ഉറക്കെ. ഉടനെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകം പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടുവരും. വെള്ളം കൊണ്ടുവന്നു. പാകപ്പെടുത്തിയ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം ഒഴിച്ചുകൊണ്ട് വുളൂ തുടങ്ങുന്ന സമയത്ത് ഷെയ്ഖുന ബഹുമാനപ്പെട്ട ശംസുലമയോട് പറഞ്ഞു, ഞാൻ വുളൂ ചെയ്യുന്നത് ശരിക്കും നോക്കണം. അതൊരു പുതിയ അനുഭവ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലമ ഭവ്യതയോടെ ഉസ്താദ് വുളൂക്കാൻ നോക്കിയിരുന്നു. വുളൂക്കെ കഴിഞ്ഞു. വുളൂവിന്റെ പ്രാർത്ഥന നിർവഹിച്ചു. കണ്ണിയത്ത് അവർ ചോദിച്ചു, ഞാൻ വുളൂ ചെയ്യുന്നത് ശരിക്കും കണ്ടോന്ന് ചോദിച്ചു. കണ്ടു. ഞാൻ നോക്കി നിന്നു. എന്റെ വുളൂല് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് കാലിന്റെ വിരലുകൾ തിക്കകെറ്റിക്കഴുകുന്ന സുന്നത്ത് വരെ അങ്ങെടുത്തിട്ടുണ്ട്. ഒക്കെ കാമിലാണ്. ഇതങ്ങ് കേട്ടപ്പോ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖിഖീൻ രണ്ട് കയ്യും പൊക്കിയിട്ട് അൽഹംദുലില്ലാ 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 3 വട്ടം പറഞ്ഞു. കണ്ടു നിന്നവർക്ക് ആർക്കും എന്താന്ന് മനസ്സിലായില്ല. എന്താണ് ഈ ചെയ്യുന്നതെന്ന് പിടുത്തം കിട്ടിയില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അങ്ങനെ ചെയ്തപ്പോൾ ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. കണ്ണിയത്ത് ഉസ്താദിനോട് ശംസുലമ ചോദിച്ചു, എന്താണ് അങ്ങ് ചെയ്തത്? അസമയത്ത് വരുന്നു വുളൂ എടുക്കണമെന്ന് പറയുന്നു. അസമയത്ത് വന്ന് വുളൂ എടുത്തിട്ട് അദ്ദേഹം നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അൽഹംദുലില്ലാഹ് പറയുന്നു. എന്താ ഇത്? എന്നോട് നോക്കാൻ പറയുന്നു. എന്താണ് ഇതിന്റെ സിർറ് പറഞ്ഞു തരണം. ഭവ്യതയോടുകൂടി ഷെയ്ഖുന ശംസുലമ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് വളരെ വിഷമിച്ചുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ. അതുവരെ ശബ്ദത്തിൽ സംസാരിച്ചിരുന്ന കണ്ണിയത്ത് ഗദ്ഗദ കണ്ഠനായി പറഞ്ഞു. വേദനയോടുകൂടി പറഞ്ഞു, ഈ പുരുഷാരം മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞ വാചകം തഖ്വയുള്ള ഒരു പണ്ഡിതന്റെ മനസ്സിൽ നിന്ന് ഉത്ഭൂതമായ വാചകം, എനിക്ക് അത്തും വിത്തുമാണ്, എന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് ചില കുട്ടികൾ എവിടെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ചിലരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, എന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ, ബുദ്ധിക്ക് തകരാറുണ്ടെങ്കിൽ വുളൂ ശരിയാവൂലല്ലോ. വുളൂ ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞപ്പോ എന്റെ ബുദ്ധിക്ക് പടച്ച റബ്ബ് ഒരു തകരാറും വരുത്തിയിട്ടില്ല എന്നെനിക്ക് ബോധ്യമായി. ഇബാദത്ത് പഴക്കൂലല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതാണ് കണ്ണിയത്ത് റഈസുൽ മുഹഖിഖീൻ. ആ റഈസുൽ മുഹഖിഖീനെ കോടതി കയറ്റിയവരെ സമുദായവും അള്ളാഹുവും വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ റഈസുൽ മുഹഖിഖീനെ 1-ാം പ്രതി ചേർത്തുകൊണ്ടല്ലേ ഇവർ കേസ് കൊടുത്തത്? ശംസുലമയെ 2-ാം പ്രതി ചേർത്തുകൊണ്ടല്ലേ കേസ് കൊടുത്തത്? ഈ ശംസുലമയിൽ നിന്നല്ലേ ഇവർ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത്? ഈ ഷെയ്ഖുനായിൽ നിന്നാ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത്?
ആ ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിച്ചിരിക്കുന്ന കറാമത്ത് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോ എന്താണ് അവർക്ക് പറയാനുള്ളത് ആലോചിച്ച് നോക്ക്. ശംസുലമ മരിക്കുന്ന 1996 എന്ന് പറഞ്ഞാൽ ഇവര് വേറിട്ട് പോയി 7 കൊല്ലം കഴിഞ്ഞിട്ട്, 7 കൊല്ലം ശംസുലമ ഇരുത്തിയിട്ട് 7 കൊല്ലം ജനറൽ സെക്രട്ടറിയായി. ശംസുലമ മരിച്ചിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. ശംസുലമ ജീവിച്ചിരിക്കുന്ന 7 കൊല്ലം അദ്ദേഹത്തിന് സമാന്തര സംഘടന. ആരാ റയീസുൽ മുഹഖിഖീൻ? റയീസുൽ മുഹഖിഖിന്റെ ജീവിതത്തിൽ വല്ല സുന്നത്തെ മാത്തിന് എതിർ നടന്നോ? ആ റയീസുൽ മുഹഖിഖീൻ എന്നാ മരിക്കുന്നത്? കണ്ണിയത്ത് ഉസ്താദ് മരിച്ചു പോകുന്നത് 1993 4 കൊല്ലം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇവർ സംഘടന കൊണ്ടു നടന്നു. 4 കൊല്ലം സമത്തയിൽ നിന്ന് ഇവർ ഭിന്നിച്ച് പുതിയ സംഘടന ഉണ്ടാക്കി. 4 കൊല്ലം കണ്ണിയത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് കണ്ണിയത്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയിട്ട് ഇവർ പ്രസിഡന്റായി. എങ്ങനെ 6 പേരെയാണ് നീക്കിയത്. 6 ആള് യോഗം ചേർന്ന് 34 ആൾ എങ്ങോട്ട് പുറത്താക്കി. ലോകത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. 6 ആള് കൂടിയിട്ട് 34 ആളെ പുറത്താക്കുക. എന്നിട്ട് അരവിന്ദാശ്രമേനോട് ഉപദേശപ്രകാരം മുഷാവറ ഉണ്ടാക്കുക. ഞാൻ ചരിത്രമാണ് പറയുന്നത്, ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പറയുകയല്ല. കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീൻ പ്രചരിപ്പിക്കാൻ കഴിയില്ല. എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞില്ലേ, നമ്മൾ മദ്യത്തിലാണ് നിന്നത്. ചിലർ സുന്നത്തിനെ നിഷേധിച്ചു, ബർക്കത്തിനെ നിഷേധിച്ചു. നമ്മൾ ഉണ്ടെന്ന് സ്ഥാപിച്ചു. ഇവരോ ഇല്ലാത്ത ബർക്കത്തുണ്ടാക്കുക. സ്വന്തം രോമം എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളത്തിൽ മുക്കിക്കൊടുത്താൽ സമ്മേളനം വിജയിക്കും. റസൂലുള്ളാഹിന്റെ മുടിയാവോ? എന്താ ഈ ചെയ്യുന്ന പ്രവർത്തനം? അതിന്റെ സനത് ചോദിച്ചിട്ട് ഇതുവരെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു, നമുക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുമോ? കിട്ടൂലല്ലോ. ഒരാളും അത് കൊടുക്കൂലല്ലോ. അത്രയും പുണ്യമായി മുസ്ലിം ലോകം കണക്കാക്കുന്ന ഒരു സാധനം. ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞ വിഷയത്തിലേക്ക്. ആ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ ധിക്കരിച്ചതുപോലെ ബഹുമാനപ്പെട്ട ശംസുലമയെ പരസ്യമായി ധിക്കരിച്ചു. ശംസുലമയുടെ കറാമത്തൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളില്ലേ? തൃശ്ശൂർ ജില്ലയിലെ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. തൃശ്ശൂരിലെക്കാർ ഇവിടെ ഉണ്ടാവുമല്ലോ. ഈ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാ. അദ്ദേഹം ചെമ്മിനി ഡാമിനടുത്ത് ദാറുത്തക്കവയിൽ ജോലി ചെയ്യുന്നു, അതിന്റെ പ്രിൻസിപ്പളായിട്ട്. അദ്ദേഹം MT ഉസ്താദിന്റെ ഒക്കെ കൂടെ ജാമ്യയിൽ പഠിച്ച ആളാ. അദ്ദേഹം ശൈഖുനായുമായിട്ട് വലിയ ബന്ധമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം പറയുന്നു. ചെവിയുടെ 2 ഡ്രമ്മിന് ദ്വാരം വന്നു. ദർസ് നടത്താൻ കഴിഞ്ഞില്ല, സംസാരിച്ച വേദന. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം പരിശോധിക്കാൻ തൃശ്ശൂരിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ടു. 1-ലധികം ENT ഡോക്ടർമാർ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമില്ല, ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിധിച്ചു. എഴുതി കൊടുത്തു. ചെവിയുടെ 2 ഡ്രമ്മിന് ദ്വാരമുണ്ട്, എവിടെ കൊണ്ടുപോയി പരിശോധിക്കാം. ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു. അദ്ദേഹം ഓപ്പറേഷന് തീരുമാനിച്ചു. മനസ്സുകൊണ്ട് നേരെ വന്നു കോഴിക്കോട്ട്. ഉസ്താദിനോട് പറഞ്ഞു, ശൈഖുനാ ശംസുലമയെ ചെന്ന് കണ്ടു. ശൈഖുനായെ ചെന്ന് കണ്ടിട്ട് ശൈഖുനായോട് പറഞ്ഞു, ശൈഖുനാ ഞാനിങ്ങനെ ഓപ്പറേഷന് പോവാൻ, എന്താ വിഷയം എന്ന് ചിന്നതാന്ന് പറഞ്ഞു. ശൈഖുന പറഞ്ഞു, അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ വിഷയം മുത്തുപ്പേട്ടിലെ ദാവൂദുൽ ഹക്കീം തങ്ങൾക്ക് വിടാം. അങ്ങനെ പറഞ്ഞത്. മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം തങ്ങൾക്ക് വിടാം, ഞാൻ അവിടേക്ക് ഫാത്തി ഓതാം, നിങ്ങളും ഫാത്തി ഓതിക്കോ, അവര് കൈകാര്യം ചെയ്യട്ടെ, ഓപ്പറേഷൻ വരട്ടെ എന്ന്. അത് പറഞ്ഞതിന്റെ അന്ന് അദ്ദേഹം നാട്ടിൽ വന്നു. പിന്നെ ചെറുവാളൂരിലേക്ക് പോയാൻ വേണ്ടി കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി തൊർണൂരെത്തി. അസർ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. ക്ഷീണം തോന്നിയപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയതാ. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഉറക്കത്തിൽ അദ്ദേഹം എന്തൊക്കെയോ സ്വപ്നം കണ്ടു. ചില ആളുകൾ വരുന്നു, ചില പ്രവർത്തനം നടത്തുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിക്കൊരു വേദനയില്ല. നേരെ ഡോക്ടർമാരെ ചെന്ന് പരിശോധിച്ചു. ചെവിയുടെ ഡ്രം അടഞ്ഞിരിക്കുന്നു, ഒരു പ്രശ്നമില്ല, യാതൊരു കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്ത പോലെ സുഖമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമക്ക് ആ മക്കാമുമായുള്ള ബന്ധം നേരത്തെ സഹപ്രവർത്തനം പറഞ്ഞല്ലോ. ആ മക്കാമിൽ കവിത എഴുതി വെച്ച യാ ശൈഖനാ യാ ശൈഖ ദാവൂദ് അൽ ഹകീമിൽ അഅ്ളമി, വളരെ മനോഹരമായി കവിത എഴുതി വെച്ചില്ലേ. ആ രീതിയിൽ ബഹുമാനപ്പെട്ടവർ ആ കവിത ഇപ്പോഴും സമത്തിനെ സ്മരണിക്കണല്ലോ മനോഹരമായിട്ട്. ആ കവിതയിൽ ദാവൂദുൽ ഹക്കീം തങ്ങളെ മനോഹരമായി പുകഴ്ത്തുന്ന കവിത ആ മക്കാമുമായി വല്ലാത്ത ബന്ധമായിരുന്നു. ഔലിയാക്കളുടെ അർവാഹിനെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ ശൈഖുനാക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ മഹാനായ ശംസുൽ ഉലമയെ ധിക്കരിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തിനധികം അദ്ദേഹം തന്റെ ജീവിത കാലഘട്ടത്തിൽ പച്ചവെള്ളം പോലെ നമുക്ക് തെളിയിച്ച് കാണിച്ചു തന്നില്ലേ. വരക്കല മക്കാമിൽ കിടന്നുറങ്ങിക്കൊണ്ട് അതിലപ്പുറം എന്താ വേണ്ടത്? ഒരു സംഘത്തിന്റെ, ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിൽ ചൂഷണം വരുത്തിക്കൊണ്ട് അവരെ തെറ്റായ മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഒരു സമൂഹം ശ്രമിച്ചപ്പോ, സമത്വയുടെ പന്ഥാവിൽ നിന്ന് ശൈഖുനെ വ്യതിചരിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞപ്പോ അദ്ദേഹം ഉറക്കെ കെലിമ ചൊല്ലി മരിക്കുന്ന രംഗം പടച്ചിറപ്പ് നമ്മളെ കാണിച്ചു തന്നു. തന്നെയുമല്ലല്ലോ, ആ മഹാനുഭാവൻ മരിക്കുന്നതിന്റെ മുമ്പ് സയ്യിദ് അബ്ദുറഹ്മാൻ അസ്സേരി തങ്ങളെ സമത്വയുടെ പ്രസിഡന്റാക്കി പ്രത്യേകം ചുമതലപ്പെടുത്തി. ചിലർ ചോദിച്ചു എന്തിനാ അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയത് എന്ന്. അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയത് കൊണ്ട് മാത്രമാണ് വരക്കൽ മക്കാമ് സമത്വക്ക് കിട്ടിയത്. പണമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു, സൗകര്യമുള്ളവരുണ്ടായിരുന്നു, അന്വേഷിച്ചിരുന്നു, വില പറഞ്ഞിരുന്നു, കൊടുത്തില്ലല്ലോ. ആ വരക്കൽ മക്കാം അതിന്റെ ഉടമകൾ അസ്ഗരിത്തങ്ങളായപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. സമത്വക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്തു. അവിടെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ മയ്യത്ത് വെക്കുവാൻ ബഹുമാനപ്പെട്ട ശൈഖുന താല്പര്യപ്പെട്ടു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു റൗദയിൽ മയ്യത്ത് വെക്കാൻ ആഗ്രഹിച്ചതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മാർഗത്തിൽ ഈ ജനങ്ങളെ നയിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ആ ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് എന്നെ സ്വീകരിക്കും. റൗദക്ക് മുമ്പിൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ച് നിസ്കരിച്ച് കൊണ്ടുപോയി വെച്ചാൽ മതി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അത്ര വലിയ പ്രതിസന്ധി സഹിച്ച മഹാന. കള്ളപ്രവാചകന്മാര്, സക്കാത്ത് കൊടുക്കാത്തവർ സകലരെയും ഒതുക്കി ആ സിദ്ദീഖ് തങ്ങളെ മയ്യത്ത് കൊണ്ടുപോയി റൗദക്ക് മുമ്പിൽ വെച്ചപ്പോ പറഞ്ഞു, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്. മനോഹരമായിട്ട് മയ്യത്താണ് കയറ്റി. ഇങ്ങോട്ട് കയറ്റാൻ പറഞ്ഞു, കയറ്റി. അതേ പാരമ്പര്യം ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒന്നാമന്റെ പാരമ്പര്യം നിങ്ങൾ നോക്കണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യം. ശൈഖുന പറഞ്ഞു, ഞാൻ സമത്വക്ക് വേണ്ടിയാ പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 70ാം വാർഷികത്തിന്റെ ഈ വേദിയിൽ വെച്ച് ശൈഖുന ഇവിടെ വെച്ച് ഈ മണൽത്തരികളെ പുളകം കൊള്ളിച്ച് പറഞ്ഞു, പടച്ചവനെ ചെറുപ്പം മുതൽ ഈ സംഘടനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ. അങ്ങനെ ഒരു പ്രാർത്ഥന ശൈഖുനാന്റെ ജീവിതത്തിൽ ഒരു പ്രസംഗത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. വിദ്വേഷത്തിനെതിരെ ആഞ്ഞടിച്ച പ്രസംഗത്തിന്റെ അന്ത്യത്തിൽ പറഞ്ഞു, റബ്ബേ ഈ സംഘടനക്ക് വേണ്ടി ചെറുപ്പം മുതൽ ഖിദ്മത്ത് ചെയ്തതാണ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതൊരൊടുക്കത്തെ വിടമാങ്ങല. ഹജ്ജത്തുൽ വദായിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഹലാ അൽ ബല്ലഗ്തു എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ദീൻ സമർപ്പണം ചെയ്തുകൊണ്ട് തിരിച്ചു പോയതുപോലെ, വിടവാങ്ങൽ പ്രസംഗം ചെയ്ത പോലെ അദ്ദേഹം പറഞ്ഞു, ഞാനിത് സത്യത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അർപ്പണബോധത്തോടെ പറഞ്ഞു. പിന്നെ ആശുപത്രിയിലായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ആ മഹാൻ മരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ മയ്യത്ത് വരക്കലത്തങ്ങൾ സ്വീകരിക്കും, സ്വീകരിച്ചില്ലെങ്കിലേ വേറെ നോക്കണ്ടു. ഞാൻ വരക്കലത്തങ്ങളെ ആ തൊരീക്കാണ് ഇവിടെ വളർത്തിയിട്ടുള്ളത്. എന്റെ ഉപ്പാപ്പ അവിടെ കിടക്കുന്നുണ്ട്. വരക്കൽ മക്കാമിലേക്ക് ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ അദ്ദേഹത്തെ കൈ പിടിച്ച് മാടി വിളിച്ചില്ലേ? അവിടെയല്ലേ മരണപ്പെട്ട് കിടക്കുന്നത്? ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്റെ മക്കൾക്ക് വേറെന്താ തെളിവ്? ഇതിന്റെ ജനറൽ സെക്രട്ടറി ASSFന്റെ പിറവിക്ക് നമുക്ക് ഊർജം പകർന്ന മഹാൻ, ഈ സംഘടനക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ച് നമുക്ക് ആവേശം പകർന്ന മഹാൻ അദ്ദേഹം അതാ വരവ മുല്ലക്കോയ വരക്കൽ മുഖാരിബി. മനോഹരമായി അവിടെ കടന്നിറങ്ങുന്നതിൽ അപ്പുറം എന്താ? ആര് പറഞ്ഞാലും നമ്മൾ മാറൂല. മനസ്സെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ശൈഖുനായുള്ള വിശ്വാസം മാറ്റാൻ കഴിയില്ല. തളിപ്പറമ്പിലെ പെരുവണയിൽ മദ്രസയിലെ സിലബസ് മാറ്റിയപ്പോ കേസ് ഏറ്റെടുക്കാൻ കഴിയാതെ പോയ വക്കീലിന്റെ ബെഡ്റൂമിലേക്ക് അർദ്ധരാത്രി സ്വപ്നത്തിൽ വന്നുകൊണ്ട് കൃഷ്ണൻ നായർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിച്ച സംഭവം പെരുവണയിലെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ. അവിടുത്തെ കുട്ടികൾ പറഞ്ഞു തരുമല്ലോ. PPS മുല്ലക്കോയത്തങ്ങൾ ഇതിന് സാക്ഷിയല്ലേ, നമ്മൾ പത്രത്തിൽ എഴുതിയില്ലേ. ദീർഘിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പറയാതിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഒരു അമുസ്ലിം വക്കീലിന് പോലും സമത്വയുടെ കേസ് ഏറ്റെടുക്കണമെന്ന് ശൈഖുന ബോധനം നൽകുന്നു. അദ്ദേഹം ദിവ്യബോധനം നൽകുന്നു. ഞാൻ ഉറച്ചു പറയുന്നു, വരക്കല മക്കാമിൽ കിടന്നുകൊണ്ട് സമത്വയുടെ ബാനി ഹദറത്തിന്റെ കാൽപ്പാട് തൊട്ടുകിടന്നുകൊണ്ട് ശൈഖുന ശംസുൽ ഉലമ ആത്മീയമായി നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഒരു സമ്മേളനത്തിന്റെ ഓലപ്പന്തൽ പറന്നാലൊന്നും ഈ സമൂഹത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ആർജവത്തോടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ജീർണതക്കെതിരെ ജിഹാദ് നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്വത്തുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്. ജീർണതക്കെതിരെ ജിഹാദ്. ഇവിടെ തീവ്രവാദ പ്രസ്ഥാനം മെഴുകുതിരി വട്ടത്തിൽ കൊച്ചുകുട്ടികളെ വളർത്തി ഈ സമൂഹത്തിൽ അപകടകാരികൾ സൃഷ്ടിച്ചുകൊണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കി. ഉമ്മാക്ക് മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥാവിശേഷം സൃഷ്ടിക്കാൻ ആളുകൾ ശ്രമിച്ചപ്പോ അത് തെറ്റാണെന്ന് നട്ടല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം തുറന്നു പറഞ്ഞ സംഘടന ഈ മഹത്തായ പ്രസ്ഥാനമാണ്. അത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ യോഗങ്ങൾ കയ്യേറാനോ പാണക്കാട് സയ്യിദ് കുടുംബം പങ്കെടുക്കുന്ന യോഗത്തിൽ അപസ്വരമുണ്ടാക്കാനോ കേരളത്തിൽ എന്ത് തണ്ടും തടിയുമുള്ളവൻ ശ്രമിച്ചാലും ശരി, അതൊക്കെ പിടിച്ചു കെട്ടാൻ മാത്രം ഈ സമൂഹം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ആർജവത്തോടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മൾ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കില്ല. ആ പൂതിയൊക്കെ ശരിക്കും അവരെ മനസ്സിലിരുന്നു കൊള്ളട്ടെ. സത്യത്തിൽ ആ ഒരൊറ്റ പ്രവർത്തനം അവരുടെ ഗ്രാഫ് നേരെ കുത്തനെ താഴ്ത്തിയിരിക്കുന്നു. ചെറുശ്ശേരി ഉസ്താദ് യോഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു തർക്കവുമില്ല. ജനസമൂഹത്തിന്റെ മനസ്സിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടും. ഈ സയ്യിദ് കുടുംബത്തോട് അപമര്യാദ കയ്യേറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനൊന്നും നമ്മുടെ ധൈര്യം അവർക്കില്ല, ആയിട്ടുമില്ല. പക്ഷേ പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു അപസ്വരം പോലും ഉണ്ടായ ചരിത്രം കേരളത്തിലില്ല. അത്തരം അവസരം സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അവരെയൊക്കെ ഈ സമൂഹത്തിന്റെ ഈ കാണുന്ന സാഗരം പോലെ തടിച്ചുകൂടിയ ചുണക്കുട്ടികൾ മഴ പെയ്താലും കാറ്റും കോളും വന്നാലും എന്ത് വന്നാലും അഗ്നിക്ക് പോലും കരിച്ചു കളയാൻ കഴിയാത്ത ആദർശ പ്രതിബദ്ധതയുള്ള ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമത്വയുടെ കുട്ടികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപനം. അതിന്റെ പ്രഖ്യാപന സമർപ്പണ സമ്മേളനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മനസ്സിലാക്കണം, ഈ രീതിയിൽ തീവ്ര ഭീകര പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ നടന്നാലോ എന്തായിരിക്കും അതിന്റെ പരിണിതഫലം? ഈ സമൂഹത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം സമത്വയുടെ ബാനറിൽ ഉണ്ടാക്കി വെച്ച സൽപ്പേര് മുഴുവൻ നശിക്കും. നമ്മുടെ മദ്രസകൾ മുഴുവൻ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥ വരും. ആ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുഖച്ഛായ കറുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ആദർശ ശുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. മദ്യപാനവും വ്യഭിചാരവും തിന്മകളും ഒക്കെ ഇവിടെ എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. അവസാനമായി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയുവാനുള്ളത്, നമ്മൾ ആദർശപരമായി സത്യസന്ധമായ ഒരു പാതയിലാണ് നിൽക്കുന്നത്. നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഇവിടെ വെച്ച് വിട വാങ്ങിയ മാനു മുസ്ലിയാർ പോലും വലിയൊരു ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് വിട വാങ്ങി. സെയ്ദ് ഉമർ അലി ശിഹാബ് അതുപോലെ പലരും. ഇപ്പൊ ചിലർ പറയുന്നു ചെമ്പരിക്കാദിയുടെ മരണം എങ്ങനെയാ? എന്താ തർക്കം? അദ്ദേഹം മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവനാണ്. അൽ മഖ്തൂലു ദുൽമൻ ഫഹുവ ഷഹീദുൻ ഇൻദല്ലാഹ്.
അള്ളാഹുവിങ്കൽ ഷഹീദാണ്. അള്ളാഹു ആ മഹാന് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ. ഇസ്ലാമിൽ ഷഹീദുമാരുണ്ടായിട്ടുണ്ട്, ഇവർ പഠിച്ചിട്ടില്ലേ? ഖുലഫാഉർ റാഷിദീങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞാൽ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ എങ്ങനെയാ മരിച്ചത്? അക്രമിയുടെ കുത്തേറ്റ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ എങ്ങനെയാ മരിച്ചത്? അലി റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാ മരിച്ചത്? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ പോലും വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രബോധകരെ വേണമെന്ന് പറഞ്ഞപ്പോ ഹുദൈൽ ഗോത്രത്തിന്റെ ഉപഗോത്രത്തിന് 6 പേരെ കൊടുത്തില്ലേ പ്രവാചകർ? മർസദ് ബിൻ അബി മർസദിനെ പോലെ, ഖാലിദ് ബിൻ ബുഖൈറിനെ പോലെ, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രഗൽഭനായിരുന്ന ആസിബ് ബിൻ സാബിത്തിനെ പോലെ, ഖുവൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അവരെ റസൂലുള്ളാഹിനെ പോലും വഞ്ചിച്ചുകൊണ്ട് വടിയിൽ വെച്ച് കൊന്നില്ലേ? ചതിയിൽ ആലിമീങ്ങളെയും സ്വഹാബത്തിനെയും വരെ കൊന്ന ചരിത്രമുണ്ടെങ്കിൽ ചതിച്ചു കൊല്ലാൻ ആർക്കും കഴിയും. വെട്ടത്ത് ചെയ്യാൻ കഴിയാത്തത് ഇരുട്ടത്ത് ചെയ്യുന്നവരുണ്ട്, ചതി ചെയ്യുന്ന ആളുകളുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെന്റിനും ഉത്തരവാദപ്പെട്ട ബോഡിക്കുമാണ്. ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, CBIക്ക് കൈമാറുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം നിർത്തിവെച്ച അതിന്റെ സമരമുഖം തിരിച്ചു പിടിച്ചാൽ ഈ ഗവൺമെന്റിന് അലംഭാവ നയം മാറ്റി തിരുത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ താക്കീത് നൽകുകയാണ്. ഞങ്ങൾ ആർജവത്തോടെ പറയുന്നു, കേരളത്തിലൊരു പണ്ഡിതന്റെ മരണം ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കണം. ജനങ്ങളെ വഞ്ചിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത കാലത്ത് വരുന്ന തീവ്രമായ സമരത്തിന്റെ മുമ്പിൽ, സമാധാന സമരത്തിന്റെ മുമ്പിൽ ജനകീയ ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വരുമെന്ന് അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും സമ്മേളനം നിർത്തിവെച്ചുവെന്ന് പോലും പ്രചരിപ്പിച്ചിട്ട് ഇത്ര മനോഹരമായി ഇത് വിജയിപ്പിക്കുവാൻ ഇന്ന് ഇവിടെ തടിച്ചുകൂടി ദിവസം മുഴുവൻ ഇതിനു വേണ്ടി വിനിയോഗിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നമ്മുടെ ആദർശത്തിന്റെ സത്യസന്ധമായ പാതയിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് പടച്ചറബ് ഈ ലോകത്തും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ സഹായിച്ചവർ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.